കായംകുളം പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകന്റെ ആക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെട്ടു. മാതാവിനെ ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. കായംകുളം പുല്ലുകുളങ്ങരയിൽ മകൻ നവജിത്തിന്റെ ആക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെട്ടു. 60 വയസ്സുള്ള നടരാജനാണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. മാതാവ് സിന്ധു ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ രാത്രി 9:30 സംഭവം. വെട്ടേറ്റ ഇരുവരെയും കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നടരാജനെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം വെട്ടുകത്തിയുമായി പ്രദേശത്ത് ഭീതിയുണ്ടാക്കിയ മകൻ നവജിത്തിനെ പോലീസ് എത്തി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പതിവായിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെയും പ്രശ്നമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. മാതാപിതാക്കളെ വെട്ടി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയാണ് നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ബലം പ്രയോഗിച്ചാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. അഭിഭാഷകനാണ് മകൻ നവജിത്ത് നടരാജൻ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കായംകുളം.